ആ ഏത് ഹായ് പേജ്? യശോചേട്ടാ, ഹായ് ഹായ്. ഹായ് 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 ഏത് പേജാണെന്ന് ഓർമ്മയുണ്ടോ? 142 ആണോ അതോ 140 141 കഴിഞ്ഞതാണോ? എനിക്ക് കൃത്യം ഓർമ്മ വരുന്നില്ല. ഈ പുസ്തകം പലരുടെ കയ്യിലും ഇല്ല. സുചേട്ടാ, പേജ് നമ്പർ ശിവന് അറിയാം. ഓർക്കുന്നുണ്ടോ? ഞാനില്ലായിരുന്നു കഴിഞ്ഞ മീറ്റിംഗ്. 142 അല്ല 140 141 കഴിഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അതെനിക്ക് ഒരു ഡൗട്ട് ആവുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ആർക്കും അറിയില്ല. വെരി ഗുഡ്, നന്നായി. എനിക്കും അറിയില്ല. 142 141 കഴിഞ്ഞാണോ? ഷിബു ഇല്ലേ? എല്ലാരും ആളും ഒത്തിരി ഉണ്ട്. 20 പേരുണ്ട്. സുചേട്ടനുണ്ട്. 142 എന്ന് കരുതുന്നു. അതോ തൊഴിലോട് മകളോട് തുടങ്ങണോ അധ്യായം 10? അല്ലല്ല, പഠിക്കല്ലോ. ഇത് 142 പേജ് ആസ് ബിൽ സീസ് ഇറ്റ് എന്ന ആ ബുക്കില്. അതിന്റെ അതാണോ അതിന്റെ തന്നെ 141 ആണോ എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. 140 കഴിഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ആരൊന്നും പറയുന്നില്ല. ആരൊന്നും പറയുന്നില്ല. അതിനകത്ത് ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ജയിച്ചേ. ഇതിലൊക്കെ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ളപ്പോ നമ്മളിങ്ങനെ ഇതിലൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇനി വേറെ ചിന്തിക്കേണ്ട വിഷയം. കാരണം ഇത്രയും പേരുണ്ടായിട്ട് 6 ഒരാളെങ്കിലും അത് ശ്രദ്ധിച്ചിരുന്നുണ്ട്, നന്നായിരുന്നു. ആരുമില്ല. ഇത് പിന്നെ ഒരു വഴിപാട് നടത്തണ പോലെ അങ്ങനെ നടത്താല്ലേ. ഞാൻ എന്താ പറയുക? കാരണം ഞാൻ ഈ സ്റ്റഡി മീറ്റിംഗ്സ് ആകുമ്പോഴേ താല്പര്യമില്ലാത്തവരെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്റ്റഡി മീറ്റിംഗ്സ് ആകുമ്പോൾ അതിൽ പങ്കെടുക്കലായിരിക്കണം, അറ്റൻഡ് ചെയ്യലായിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യലായിരിക്കും. അതിവിടെ ഒന്നിലും കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്താ സഞ്ജന ചെയ്യ? 141 പേജാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. റെസ്റ്റോറേഷൻ ടു സാനിറ്റി. ആരും മറുപടി പറയാത്തതിലാണ് ഏറ്റവും വലിയ ദുഃഖം വരുന്നത്. ഇത്ര പേരിവിടെ ഉണ്ടായിട്ട് ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞുകൂടെ? അതിനും കൂടിയുള്ള ഇതില്ല. പിന്നെ എന്തിനാണ് അതൊക്കെ അല്ല പോകട്ടെ എന്ന് പറയുന്ന എല്ലാർത്ഥം. ഞാനിപ്പോ ഞാൻ ഇറങ്ങിപ്പോകുന്നല്ലോ പറഞ്ഞു. അതല്ല പറഞ്ഞു. നമുക്ക് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു അച്ചടക്കം വേണം. ഇത് ആണത്. അല്ല, ക്ഷമയല്ല ഇത്. ക്ഷമയൊന്നും ഇതിൽ വിഷയമല്ല. ഇത് ആണത്. സ്പിരിച്വൽ പ്രോഗ്രാം. ഈ സ്പിരിച്വൽ പ്രോഗ്രാമില് ജീവിതത്തിൽ ഞാൻ ആദ്യം വന്നപ്പോ എന്നെ പഠിപ്പിച്ചത് അച്ചടക്കം, അനുസരണമാണ്, അച്ചടക്കമാണ്. എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എന്നോട് അന്ന് ഒരു പഴമക്കാരൻ പറഞ്ഞത്, എയുടെ ആവശ്യമുള്ളവർ ലോകത്ത് ധാരാളം പേരുണ്ട്, മില്യൺസ് ആൻഡ് മില്യൺസ് ഉണ്ട്. പക്ഷെ അത് വേണമെന്നുള്ളവർ വളരെ കുറവാണ്. ആ വേണമെന്നുള്ളവർക്കാണ് അത് കൊടുക്കേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനത് അന്ന് ഒരു 50 years കഴിഞ്ഞിട്ട്, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ ഗവൺമെന്റിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ 15 ലക്ഷം പേരെങ്ങാണ്ട് ചികിത്സ അർഹിക്കുന്നവരായിട്ടുണ്ട്. അവർക്ക് നമുക്ക് സന്ദേശം PI കൂടെ എത്തിക്കാമെന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ പ്രോഗ്രാമും ഇതും കൊടുക്കേണ്ടത് ആർക്കാണ്? വേണമെന്നുള്ളവർ. അല്ലാത്തവരെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആരും ഒരു ഇനിഷ്യേറ്റീവ് പോലും ഒരു ആളുടെ കയ്യിൽ നിന്നും
കാണാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ്. എനിക്ക് ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പൊ ഇത്രയും നേരം വായിച്ചു വന്നപ്പോ രാജേഷ് ഓരോന്ന് വായിച്ചു കഴിയുമ്പോഴും രാജേഷ് ചോദിക്കേണ്ട ഇനി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, പാരമ്പര്യം വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, റിഫ്ലക്ഷൻ വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള മാത്രമേ ഞാൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ഇരുന്ന് ചോദിക്കുമ്പോ ഈ നോക്കട്ടെ ഒരു മിനിറ്റ്, 22 പേരെയാണ് കാണുന്നത്. ഈ 22 പേരിൽ ഞാനും രാജേഷും ഒഴിച്ച് വേറെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും മൈക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം പറയാനോ? ദിസ് ഈസ് വാട്ട് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഇനി ഞങ്ങൾക്ക് അറിയില്ല, ഓർമ്മയില്ല, അത് പറയാലോ. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഗുഡ്, നന്നായി. ഓക്കെ, എനിവേ ഒന്നും എന്നെ ബാധിക്കുന്നില്ല, ഇന്നത്തെ ദിവസത്തേക്ക് ബാധിക്കുന്നില്ല. പിന്നീട് ഭാവിയിലുള്ള കാര്യം അതൊന്ന് നോക്കാം, എന്ത് വേണമെന്നുണ്ട് അത് നിങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിട്ട് ആലോചിക്കേണ്ടി വരും. ഇത് തുടർന്നു പോകാനായിട്ട്, കാരണം ഇനിയും വർഷങ്ങൾ എടുക്കും. 300 ടോട്ടൽ ഉള്ളത് നമുക്ക് 331 പേജാണ്. 141 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 പേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ മാക്സിമം 3 പേജ് വെച്ചിട്ടോ പോവുകയാണെങ്കിൽ കാലം കുറെ എടുക്കാനുണ്ട്. അപ്പൊ ഈ ഒരു സഹകരണത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് നോക്കാം, നമുക്ക് നിങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാം. അത് അടുത്ത ആഴ്ച മുതൽ എന്ത് വേണം. ഓക്കെ, അത് ആയിക്കോട്ടെ. ഓക്കെ, ലീവ് ഇറ്റ്. അല്ല, അയ്യോ സോറി ഒന്നും എന്നോട് പറയണ്ട രാജേഷ്, സോറി ഒന്നും പറയാറായിട്ടില്ല. അത് എല്ലാവരും കൂടി ഗ്രൂപ്പ് നിങ്ങൾ ആലോചിക്കണം. ഇതൊന്നും ഒരാളുടെ ഒരു തീരുമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നുമില്ല. ഞാനും അതിലൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങളായിട്ട് സംസാരിക്കേണ്ടി വരും, എനിക്ക് ഓൺലൈനിൽ സംസാരിക്കേണ്ടി വരും. എന്താണ് പറയാം? അത് പറയൂ, അത് പറയൂ, എന്നിട്ട് സംസാരിക്കാം. ഓക്കെ, റൈറ്റ്. ഫോർ ടുഡേ ലെറ്റ് us start. ഓക്കെ, പേജ് 141, റെസ്റ്റോർ സാനിറ്റി. ഇത് 12 and 12 പേജ് 32, 33 പേജാണ്. രണ്ടാമത്തെ പടിയിലാണ് പറയുന്നത്. അപ്പൊ 12 and 12 നമുക്ക് മലയാളം ഉണ്ടാവുകൊണ്ട് അത് തന്നെ വായിക്കാം. രണ്ടാം പടിയിലെ ലേഖനത്തിന്റെ ലാസ്റ്റ് ബട്ട് വൺ പാരഗ്രാഫ്, പേജ് 32 ലാസ്റ്റ് പാരഗ്രാഫ്. തങ്ങൾ എത്രത്തോളം അവിവേകികളാണെന്ന ധാരണയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കുവാൻ കഴിവുള്ള മദ്യപാനികൾ വളരെ കുറവ്. കുഴപ്പക്കാരായ മദ്യപാനികൾ എന്ന് സ്വയം വിളിക്കാൻ ചിലർ തയ്യാറാണ്. പക്ഷെ തങ്ങൾ മാനസികമായി രോഗികളാണ് എന്ന നിർദ്ദേശം അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ അന്ധതയിൽ അവർ ആരോഗ്യപൂർവമായ മദ്യപാനവും മദ്യപാനാസക്തിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. സുബോധം നിർവചിക്കപ്പെടുന്നത് മനസ്സിന്റെ നല്ല അവസ്ഥ എന്നാണ്. എന്നിട്ടും ഒരു മദ്യപാനിക്കും തന്റെ നശീകരണ പെരുമാറ്റ രീതി സുബോധത്തോടെ വിലയിരുത്തുമ്പോൾ തകർച്ച തന്റെ വീട്ടുപകരണങ്ങൾക്കായാലും തന്റെ തന്നെ ധാർമ്മികതയ്ക്കായാലും മനസ്സിന്റെ നല്ല അവസ്ഥ തനിക്കായി അവകാശപ്പെടാൻ കഴിയില്ല. നോക്കാം. തങ്ങൾ എത്രത്തോളം അവിവേകികളാണെന്ന ധാരണയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കാൻ കഴിവുള്ള മദ്യപാനികൾ വളരെ കുറവ്. Few indeed are the practicing alcoholics who have any idea how irrational they are, or seeing their irrationality can bear to face it. അതെ, അത് ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് വളരെ കൃത്യമായിരുന്നു. ഞാൻ അവിവേകിയാണെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ തോന്നാറുണ്ട് അബദ്ധങ്ങളൊക്കെ പറ്റിയാണ്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ശരിയായിരുന്നില്ല, ചിന്തിക്കേണ്ട രീതി. കുടിക്കണ സമയത്തും ഈവൻ കുടി കഴിഞ്ഞ് പ്രോഗ്രാമില് മീറ്റിങ്ങുകളൊക്കെ വന്ന സമയത്തും, പ്രോഗ്രാമിൽ നിന്ന് ഞാൻ പറയില്ല, ആ സമയത്തൊക്കെ മീറ്റിങ്ങുകളൊക്കെ വന്ന ഘട്ടത്തിലൊക്കെ ഇത് അല്ലെങ്കിൽ തങ്ങളുടെ അവിവേകത്തെ കണ്ട് അത് അഭിമുഖീകരിക്കാൻ കഴിവുള്ള മദ്യപാനികളുണ്ട്. എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല, എൻ്റെ അവിവേകത്തെ. കാരണം എൻ്റെ ഓരോ തീരുമാനങ്ങളും ആ സമയത്ത് വളരെ റോങ് ആയിരുന്നു. ഞാൻ എയിൽ വന്നിട്ട് 7 വർഷത്തോളം പലതവണയായിട്ട് റിലാപ്സ് ആയ ഒരു വ്യക്തിയാണ്.
ആ സമയത്തുള്ള ഒരു കുടിയുടെ ഒരു അവിവേകമായിട്ടുള്ള ഒരു ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പോവാണ്, ഒരാവശ്യമായിട്ട് നമ്മളെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോവാണ്. താലൂക്ക് അപ്പൊ ഞാൻ 20 ദിവസം ഒറ്റയായിട്ടും ഞാൻ മദ്യപിക്കാത്തൊരു ദിവസം അന്ന് അങ്ങനെ പോയി. അവിടെ താലൂക്ക് ഓഫീസിൽ കാര്യം നടന്നില്ല. LICയിൽ എനിക്ക് പോകണ്ടായിരുന്നു. LIC ഓഫീസിൽ അവിടെ ചെന്നിട്ട് അവിടെയും കാര്യം നടന്നില്ല. അപ്പൊ അതൊന്നും ഞാൻ പോയ കാര്യം നടന്നില്ല. നേരെ LIC ഓഫീസിന് തൊട്ടപ്പുറത്തൊരു ബാറുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ഒരിക്കലും വിചാരിച്ച ആളല്ല. ഓട്ടോമാറ്റിക്കലി എൻ്റെ മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് ബൈക്ക് അങ്ങോട്ട് അവിടെ ചെന്ന് ഞാൻ അവിടെ കയറി ഇരുന്ന് ഞാൻ എങ്ങനെ 3 പെഗ് ഓർഡർ ചെയ്തു. 3 പെഗ് ഒരുമിച്ചല്ല, 2 പെഗ് അല്ല, ഒരു 1.5 പെഗ് പിന്നെ 1.5 പെഗ് ആയിട്ട് അങ്ങനെ 3 പെഗ് ഞാൻ ഓർഡർ ചെയ്ത് ആ ലൈസൻസ് ഓർഡർ ഞാൻ കഴിച്ചു എന്നുള്ളത് 3ാമത്തെ പെഗ് കഴിച്ചതിന് ശേഷം ഞാൻ ചിന്തിച്ചു. ഞാൻ കുടിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളല്ലേ. രാവിലെ കൂടി കുടിക്കണം എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ വിവേകപൂർണമല്ലാത്ത ഒരു ഇത് അത് പക്ഷെ അങ്ങനെ ചിന്തിച്ചു എന്നല്ലാണ്ട്, എന്നാൽ അവിവേകികളാണെന്നുള്ള മുഴുവൻ ധാരണ അപ്പോഴും ഇല്ല. അപ്പോഴും അതിനെ ന്യായീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ശ്രമിച്ചിരുന്നു. എൻ്റെ മനസ്സിൽ അപ്പോൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി, എന്ത് കാരണം കൊണ്ടാണ് ഞാൻ കുടിച്ചത് എന്നല്ല. അപ്പൊ അവിടെയാണ് പറഞ്ഞത്, കുഴപ്പക്കാരെ മദ്യപാനികൾ എന്ന് സ്വയം വിളിക്കാൻ ചിലർ തയ്യാറാണ്. ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു അനുഭവം തന്നെ പറയാൻ കാരണം. പക്ഷെ തങ്ങൾ മാനസികമായ രോഗികളാണെന്ന നിർദ്ദേശം അവർക്ക് സഹിക്കാൻ അത് പറ്റിയിരുന്നില്ല. കാരണം ഞാൻ കുടിച്ചു, ഞാൻ എൻ്റെ കാര്യങ്ങൾ നടന്നില്ല. അപ്പൊ അപ്പോഴേക്കും ന്യായീകരണങ്ങൾ വന്നു കഴിഞ്ഞു. അതിന്റെ പുറകിൽ ഓരോന്ന് തുറന്നു ന്യായീകരണം. ഈ അന്ധതയിൽ അവർ ആരോഗ്യപൂർവമായ മദ്യപാനവും മദ്യപാനാസക്തിയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അതാണ് നാച്ചുറൽ ആയിട്ടുള്ളത്. എന്നെങ്കിലും ഒരു സമയത്ത് നിയന്ത്രിച്ച് കുടിക്കാന്നുള്ള ഒരു മോഹം കാരണം ഞാൻ മദ്യാസക്തനാണെന്നുള്ള എൻ്റെ ആ അഡ്മിഷൻ 100% അഡ്മിഷൻ നടക്കുന്നില്ല. സുബോധം നിർവചിക്കപ്പെടുന്നത് മനസ്സിന്റെ നല്ല അവസ്ഥ. അതാണ് റെസ്റ്റോർഡ് ടു സാനിറ്റി എന്ന് പറയും. രണ്ടാമത്തെ പടി എന്താ പറയുക, നമ്മളെ പുനഃസ്ഥാപിക്കുകയാണ്. നമ്മളുടെ ആ നല്ല ചിന്തകൾ, നല്ല അവസ്ഥ, മാനസികമായ നല്ല അവസ്ഥയിലേക്ക് നമ്മളെ പുനഃസ്ഥാപിക്കാൻ. എന്നിട്ടും ഒരു മദ്യപാനിക്കും തന്റെ നശീകരണ പെരുമാറ്റ രീതി സുബോധത്തോടെ വിലയിരുത്തുമ്പോൾ തകർച്ച തന്റെ വീട്ടുപകരണങ്ങൾക്കായാലും തന്റെ ധാർമ്മികതയ്ക്കായാലും മനസ്സിന്റെ നല്ല അവസ്ഥ തനിക്കായി അവകാശപ്പെടാൻ ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു കാര്യം. Yet no alcoholic, soberly analyzing his destructive behavior, whether the destruction fell on the dining room furniture or his own moral fiber, can claim soundness of mind for himself. അപ്പൊ അത് 2 രീതിയിലാണ് പറഞ്ഞത്. അതൊന്ന് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ പെരുമാറ്റ സമയത്ത് നമ്മൾ ചിലപ്പോ പലതും വലിച്ചെറിയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ പുറത്തോട്ടുള്ള പെരുമാറ്റമായാലും മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്തകൾക്കായാലും ഏത് രീതിയിലായാലും നമ്മൾ ആ സൗണ്ട്നെസ് ഓഫ് മൈൻഡ് എന്ന സുബോധം എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്കാർക്കും നല്ല പറഞ്ഞു ഒരു മദ്യപാനി ഇല്ലാത്തൊരു ചെറുപ്പുണ്ടായിരിക്കാം. അപ്പൊ അത് അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പേജ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓണസ്റ്റി, സത്യസന്ധത, അല്ലെങ്കിൽ ആത്മാർത്ഥത, ഇൽനെസ്, ആ രോഗത്തിന്റെ അവസ്ഥയെ കുറിച്ച്, സാനിറ്റി, ഈ പറയുന്ന മനസ്സിന്റെ ആ നല്ല അവസ്ഥയെ കുറിച്ച്. ഇതിനെ ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ അതില് ഓണസ്റ്റി നമ്മളോട് തന്നെയാണ് വേണ്ടത്. അവിടെയാണ് പ്രോബ്ലം വരുന്നത്. ഓണസ്റ്റ് ആവാൻ പറ്റുന്നില്ല ഇല്ലസിന്റെ കാരണം. യു ആർ നോട്ട് ബാഡ്, യു ആർ നോട്ട് ബാഡ്, യു ആർ സിക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സമാധാനമായിരുന്നു ആദ്യകാലത്ത്. പിന്നെയാണല്ലേ സാനിറ്റി ഓഫ് മൈൻഡ് വരാൻ പോകുന്നത്. വലിയ ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ ചോദിക്കുന്നില്ല ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടോ, കാരണം ഇതുവരെ ഒരു സഹകരണം കിട്ടും, അവരോട് ചോദിക്കണം. ഓക്കെ, 142 ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ്. അശോക് ചേട്ടാ, ഞങ്ങളെ അപമാനിക്കുവാണോ? ഞാൻ ഒരാളെ അപമാനിക്കുന്നില്ല. ഇല്ല, സോറി ഷിബു, ഞാൻ അപമാനിക്കില്ല. ഞാൻ യാഥാർത്ഥ്യം പറയാണ്.
ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ തമാശ പറഞ്ഞത്. ഇവിടെ നടക്കുന്ന കാര്യം പറയല്ലേ. അല്ല എനിക്ക് എനിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാം. എന്ത് ഗ്യാപ്പ് അല്ല, ആയിക്കോട്ടെ, അറിയില്ല എന്ന് പറയാലോ. ഇവിടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് അറിയില്ല എന്ന് പറയാലോ. ഒരാള് ഞാനോ ഇപ്പൊ രാജേഷ് പുറത്തേക്ക് ഇറങ്ങുന്നു ചേട്ടാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേട്ടനെ വിളിച്ചപ്പോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങണുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കുറെ പേരുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ചോദ്യം കോമൺ ആയിട്ട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനുള്ള സാമാന്യ മര്യാദ എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞല്ല, എനിക്ക് ദിവസവും ഈ മീറ്റിംഗിൽ ഓരോ തവണ കയറുമ്പോഴും രാജേഷ് ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. രാജേഷ് അല്ലെങ്കിൽ വേറെ ആരാണോ ഈ ആദ്യത്തെ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്, നമ്മുടെ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്, ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. ഒരാളും മറുപടി പറഞ്ഞ് വളരെ അപൂർവമായിട്ട് കേൾക്കാറ്. പാരമ്പര്യം വായിക്കാൻ ആളുണ്ടോ? ഒരാളും മിണ്ടില്ല. അതൊരു അല്ല. എന്തായാലും എനിക്കിത് കഴിഞ്ഞ് എന്തായാലും നിങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീറ്റിംഗ് കൂടും. അതിലേക്ക് ഓൺലൈൻ മീറ്റിംഗ് എന്നെ വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. എനിക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഞാനിത് തുടർന്നു പോകാൻ താല്പര്യമില്ല. അത് വളരെ ക്ലിയർ ആണ്. ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അല്ല, അത്രേ ഉള്ളൂ. അല്ല, കാരണം വേറെ ചില കാരണങ്ങളുണ്ട്. ഇവിടെ ഈ മീറ്റിംഗിൽ ഞാൻ പറയുന്ന പോലില്ല. അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഞാൻ പറയാം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ. കാരണം ഇവിടെ പുതിയ ആൾക്കാരുണ്ടാവും. ഇതൊരു സ്റ്റഡി മീറ്റിംഗ് ആണ്. സ്റ്റഡി മീറ്റിംഗിന് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ടാവും. മീറ്റിംഗിൽ തന്നെ ഞാൻ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സുബോധവാനായി നിൽക്കില്ലേ. അവിടെ അനുസരണയും ആ മീറ്റിങ്ങിനോടുള്ള ബഹുമാനവും, മീറ്റിങ്ങിൽ വരുമ്പോ എന്താ പറയാ, ഫോണ് സൈലന്റ് ആക്കാൻ പറഞ്ഞപ്പോ ഫോണ് സൈലന്റ് ആക്കലും. അന്ന് ഫോൺ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ, അത് വേറെ വിഷയം. പക്ഷെ അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോ ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അന്നൊക്കെ ചെയ്തത്. സൈലന്റ് അല്ല, ചെറിയ ബട്ടൺ ഫോണാകുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ചെയ്തത്. അതൊക്കെ ചെയ്യാനൊക്കെ അന്ന് പഠിച്ചു, അന്ന് ചെയ്യേണ്ടി വന്നു. ആ ഗതികേടിലാണ് വന്നത്. അപ്പൊ അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവും പറഞ്ഞിരുന്നു. ഇപ്പൊ ഓൺലൈൻ മീറ്റിംഗ് ആണ്, ആരും കേൾക്കുന്നില്ല, കാണുന്നില്ല. അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആരെ ബോധിപ്പിക്കാനാണെന്നേ. ഇവിടെ ഒരാൾക്ക് തലയ്ക്ക് വട്ടുപിടിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ. അതായത് ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആരും മറുപടി പറയുന്നില്ലെങ്കിൽ അർത്ഥം ആ ഫോണിന്റെ മറ്റു തലയ്ക്കൽ ആരും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഒരു ഞാനും ഒരു രാജേഷും മാത്രം ഇരുന്ന് ഞങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. രാജേഷിന് മാത്രം ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനിത് പറയാൻ തയ്യാറാണ്. പക്ഷെ അപ്പൊ പറയണം ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ തീർച്ചയായിട്ടും രാജേഷ് ആ ഒരാളെയും ഞാൻ ബഹുമാനിക്കും. കാരണം ഇത് എയുടെ സന്ദേശമാണ് കൊടുത്തത്. ഇത് ജീവിത രീതിയെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. ഇത് ജീവിത രീതി. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? ദ വേ ഓഫ് ലൈഫ്. ബിൽഡബ്ല്യു ഇതിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ മറ്റ് എയുടെ ഒരുവിധം എല്ലാ ലിറ്ററേച്ചറുകളുമായിട്ടും പരിചയപ്പെടാനും ജീവിത രീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സഹായകരമായിട്ടുള്ള കാര്യമുണ്ട്. അത് അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു ചെറിയ ഒരു ഗൗരവത്തോടു കൂടിയെങ്കിലും കാണട്ടെ. ഞാൻ ആരും കുറ്റം പറഞ്ഞ, ഞാൻ എൻ്റെ വിഷമമാണ്. എനിവേ അത് കുറ്റപ്പെടുത്തലായി തോന്നുന്നുണ്ടെങ്കിൽ അത് അവനവന്റെ ഗിൽറ്റാണ്. ഓക്കെ, താങ്ക് യു ചേട്ടാ. അടുത്ത പേജിലേക്ക് പോവാം. ബിനു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബിനു ഒന്നുമില്ല ശിവചേട്ടാ, ഞാൻ കേറിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാ അടുത്ത പേജിലേക്ക് പോകാം ചേട്ടാ. പേജ് 142. ഗോഡ് ഗിവൻ ഇൻസ്റ്റിങ്സ്. ഇത് രണ്ട് ഭാഗത്താണ് തന്നിട്ടുള്ളത്. ഒന്ന് ആദ്യത്തെ ഭാഗം 12 and 12, പേജ് 4 നോക്കാം. പേജ് 42. യെസ്, 4-ാം പടിയിലെ ഭാഗം. ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ് എന്താണത്? നമ്മളെ 4-ാം പടിയിലെ ഭാഗത്ത് നമ്മൾ കയറി വരുന്ന കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയണത്. അത് നോക്കാം, ഇതിലെന്താ പറയുന്നത്. 4-ാം പടി ലേഖനത്തിന്റെ 12-12 4-ാം പടി ലേഖനത്തിന്റെ ആദ്യത്തെ പാര. സൃഷ്ടി
ജന്മവാസനകളെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിനാണ്. അവയില്ലാതെ നമുക്ക് പൂർണ്ണ മനുഷ്യരാകാൻ കഴിയില്ല. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ, വിളവ് കൊയ്യുന്നതിനോ വീട് പണിയുന്നതിനോ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകില്ല. അവർ പ്രത്യുൽപാദനം നടത്തുന്നില്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കാൻ ആളുണ്ടാവില്ല. സാമൂഹിക ചോദനകളില്ലെങ്കിൽ, മനുഷ്യൻ പരസ്പരമുള്ള സമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സമൂഹം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ ലൈംഗിക ബന്ധത്തിനു വേണ്ടി, ഭൗതികവും വൈകാരികമായ സുരക്ഷിതത്വത്തിനു വേണ്ടി, സൗഹൃദത്തിനു വേണ്ടി പരിപൂർണമായും ശരിയും ആവശ്യവുമാണ്. മാത്രമല്ല, അവ തീർച്ചയായും ദൈവദത്തവുമാണ്. എന്നിട്ടും നമ്മുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമായ ഇത്തരം ജന്മവാസനകൾ പലപ്പോഴും അവയുടെ ഉചിതമായ കടമകളിൽ നിന്ന് പരിധി വിട്ടുപോകും. ശക്തമായി, അന്ധമായി, പലപ്പോഴും സൂക്ഷ്മമായി അവ നമ്മെ നയിക്കുന്നു, കീഴ്പ്പെടുത്തും. ഓക്കെ, എന്താണത്? നമ്മളുടെ ജന്മവാസന. നമ്മുടെ ജന്മവാസനകളെ കുറിച്ച് 4-ാം പടിയുടെ ഇത് പറയുമ്പോൾ നമ്മൾ ബിഗ് ബുക്കിലും അത് തന്നെയാണ് പറയുന്നത്. ബിഗ് ബുക്കിൽ എന്താ പറയുന്നത്? 4-ാം പടിയുടെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ പേജ് നമ്പർ 64 ആയിരിക്കണം. ആ ഭാഗത്ത് പറയുന്നത് നോക്കൂ. എന്താണ് ജന്മവാസനകൾ എന്നുള്ളത് ഇവിടെ 63 പേജ് നമ്പർ 63 ലാസ്റ്റ് ബട്ട് 1 പാരഗ്രാഫിൽ എഴുതുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അതുതന്നെയാണ് ചെയ്തത്. ഞങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ സത്യസന്ധമായി ഞങ്ങൾ നിർവഹിച്ചു. അതാണ് ഇൻവെന്ററി നമ്മൾ 4-ാം പടി ചെയ്യുന്നത്. അതിസൂക്ഷ്മമായതോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. ആദ്യമായി ഞങ്ങൾ ഞങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ അന്വേഷിച്ചു. അതാണ് ആദ്യം ചെയ്തത്. നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പരാജയങ്ങൾക്ക് കാരണമായ വൈകല്യങ്ങൾ, കാരണമായ ചില തീരുമാനങ്ങൾ, ആ തീരുമാനം എടുക്കുന്നതിന് സംഭവിച്ച വൈകല്യം, അതിനെയാണ് നമ്മൾ അന്വേഷിച്ചു. എന്നിട്ടോ പല രീതിയിൽ പ്രകടമാക്കപ്പെട്ടിരുന്ന സ്വാർത്ഥതയായിരുന്നു ഞങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നത്. പല രീതിയിൽ പ്രകടമാക്കപ്പെട്ടിരുന്നു സ്വാർത്ഥത. അപ്പൊ സ്വാർത്ഥതയുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ സ്വാർത്ഥത പ്രകടമായിരുന്നത്, ഉള്ളിലുള്ള സ്വാർത്ഥത പല രീതിയിൽ പ്രകടമാക്കപ്പെടും. ഇനിയോ ഞാൻ വായിക്കാം. വിദ്വേഷമാണ് പ്രധാന ശത്രു. ആയിട്ടില്ല. അല്ല, അത്രയൊന്നും വായിക്കാറായിട്ടില്ല. ഈ ആകെ 2 വരി വായിക്കാനുള്ളൂ. ഞാനിവിടെ പോകുന്നു. താങ്ക് യു. അപ്പൊ ഇവിടെ എന്താണ്? ഞങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ അന്വേഷിച്ചു. പല രീതിയിൽ പ്രകടമാക്കപ്പെട്ട സ്വാർത്ഥതയായിരുന്നു. അതാണ് നമ്മുടെ വൈകല്യങ്ങൾക്ക്, തീരുമാനങ്ങളുടെ വൈകല്യങ്ങൾക്ക് കാരണം. ആ പല രീതിയിൽ പ്രകടമാക്കപ്പെട്ട സ്വാർത്ഥതയുടെ വിവിധ രൂപങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതാണ് ഈ ജന്മവാസന, ബേസിക് ഇൻസ്റ്റിങ്സ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ്. ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് ആണ്. 3 ഇൻസ്റ്റിങ്സ്: സുരക്ഷിതത്വ ബോധം, സാമൂഹിക ബോധം, ലൈംഗികമായിട്ടുള്ള നമ്മളുടെ ചോദന. ഈ 3 കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വായിച്ചപ്പോ 12 പറഞ്ഞ എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ജീവിതത്തിന് ആവശ്യമാണ്, ജീവിതം പുരോഗമിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ എവിടെയോ അതിന്റെ ആ വേണ്ടത്ര അളവ് എന്നുള്ളതിൽ കൂടുതലായിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെയാണ് നമ്മൾ കണക്കെടുപ്പ് നടത്തുന്നത്. എന്നിട്ടോ ഞങ്ങളെ പരാജയപ്പെടുത്തുന്നതെന്ന് ബോധ്യമായിട്ട് അതിന്റെ സർവ്വസാധാരണമായ വിവിധ രൂപങ്ങൾ പരിഗണിച്ചു. അപ്പൊ ഈ ഇൻസ്റ്റിങ്സിനാണ് സഹജാവബോധം, അല്ലെങ്കിൽ ഇതിന് ജന്മവാസന എന്ന് പറയും. ഈ ജന്മവാസനകളുടെ സാധാരണമായ വിവിധ രൂപങ്ങളാണ് നമ്മൾ 4th സ്റ്റെപ്പ് ഇൻവെന്ററിയിൽ പരിഗണിക്കുന്നത്. അതെന്തൊക്കെയാണ്? അതാണ് വിദ്വേഷം, ഭയം, മറ്റേ എന്താ പറയാ, സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ സെക്ഷൽ മിസ്ബിഹേവിയർ എല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിവിടെ നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബുക്ക് ഇപ്പൊ എടുത്തത്. ഇനി അടുത്ത പാരഗ്രാഫും ബിഗ് ബുക്ക് എടുക്കണം.
എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതില് ഒന്നുകൂടി ഞാനിത് വായിക്കാം. ജന്മവാസനകൾ എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ബുക്കിൽ ആ പേജ്. അപ്പൊ ഇനി എന്താ ഒന്നുകൂടി വായിക്കാം. അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും. അതിനുവേണ്ടി സൃഷ്ടി, അതായത് നമ്മളെ സൃഷ്ടിച്ചത്, സൃഷ്ടി, നമ്മുടെ സൃഷ്ടി, ദൈവത്തിന്റെ സൃഷ്ടിയായ നമ്മളൊക്കെ, സൃഷ്ടി ജന്മവാസനകളെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിന്. ആ ഉദ്ദേശമാണ് പറഞ്ഞത്. അവയില്ലാതെ നമുക്ക് പൂർണ്ണ മനുഷ്യരാകാൻ കഴിയില്ല. ഓക്കെ, ഉറപ്പല്ലേ? സ്ത്രീകളും പുരുഷനും. അപ്പൊ എന്തൊക്കെ ജന്മവാസനകൾ? 3 ബേസിക് ആയിട്ട്, ബേസിക് ഇൻസ്റ്റിങ്, ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ് 3. അത് ഒന്ന് സെക്യൂരിറ്റി ഇൻസ്റ്റിങ്, സോഷ്യൽ ഇൻസ്റ്റിങ് ആൻഡ് സെക്ഷുവൽ ആയിട്ടുള്ള നമ്മുടെ കഴിവ്. അപ്പൊ ഇത് 3. ഇനി അവയില്ലാതെ നമുക്ക് പൂർണ്ണ മനുഷ്യരാകാൻ കഴിയില്ല. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ, വിളവ് കൊയ്യുന്നതിനോ വീട് പണിയുന്നതിനോ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകും. അതാണ് സുരക്ഷിതത്വ ബോധം. അവർ പ്രത്യുൽപാദനം നടത്തുന്നില്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ പ്രത്യുൽപാദനം നടത്തേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ, അതൊരു ഡ്യൂട്ടിയാണ്. സെക്ഷൽ ആയിട്ടുള്ള നമുക്ക് അതിനുള്ള മ്യൂച്വൽ അട്രാക്ഷനും ആ സെക്ഷൽ ഡിസയറും ഒക്കെ. ആർക്ക് ഡിസയർ ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ അതും വേണം, എല്ലാം വേണം. ഓക്കെ. സാമൂഹിക ചോദനകളില്ലെങ്കിൽ മനുഷ്യൻ പരസ്പരമുള്ള സമൂഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സമൂഹം തന്നെ ഉണ്ടാവില്ല, അല്ലെ? സമൂഹത്തിൽ നമുക്ക് ചില കടമകളുണ്ട്, അത് നിറവേറ്റേണ്ടതാണ്. അതിന് ചിലപ്പോൾ ലീഡർഷിപ്പ് വേണ്ടി വരും, ചിലപ്പോൾ ഹാർഡ് വർക്ക് വേണ്ടി വരും, ചില സ്ഥലത്ത് കോംപ്രമൈസ് വേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം, രാജ്യവും ഒന്നും നിലനിൽക്കില്ല, ലോകം തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ, അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച ആഗ്രഹങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള നിലനിൽപ്പിന് വേണ്ട 3 കാര്യങ്ങൾ. അപ്പൊ ഇത്തരം ആഗ്രഹങ്ങൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഇത്തരം ഇതിനൊക്കെയുള്ള കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ഇത്തരം ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഹൈഫനാണ്. ലൈംഗിക ബന്ധത്തിന് വേണ്ടി, ഭൗതികവും വൈകാരികവുമായ സുരക്ഷിതത്വത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി ഉള്ള, അതായത് 3 തലങ്ങളിലും സുരക്ഷിതത്വമായ, അവനവന്റെ സുരക്ഷിതത്വത്തിനും സാമൂഹികമായ നമ്മുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം പരിപൂർണമായും ശരിയും ആവശ്യമാണ്. ഇതൊക്കെ പരിപൂർണമായും ശരിയും ആവശ്യമാണ്. മാത്രമല്ല അവ തീർച്ചയായും ദൈവതത്വവും. അത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്, സൃഷ്ടി കൂടെ നമുക്ക് തന്നതാണ്. ജന്മവാസന സൃഷ്ടിച്ചപ്പോഴേ ഉള്ളതാണ്. അതുകൊണ്ട് അതിന് സഹജാവബോധം എന്ന് പറഞ്ഞത്, അല്ലെ, ജന്മവാസനകൾ. എന്നിട്ട് നമ്മുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമായ ഇത്തരം ജന്മവാസനകൾ പലപ്പോഴും അവയുടെ ഉചിതമായ കടമകളിൽ നിന്ന് പരിധി വിട്ടു പോകും. അതാണ് അതിന്റെ ഉചിതമായ ആ ഒരു ലെവൽ ഓഫ് ഇതുണ്ട്. ആ കടമ നിർവഹിക്കാനായിട്ട് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട്, അതിൽ നിന്ന് നമ്മൾ അതിന്റെ പരിധി വിട്ടു. ശക്തമായി, അന്ധമായി, പലപ്പോഴും സൂക്ഷ്മമായി അവ നമ്മെ നയിക്കുന്നു. അതാണ് ഉണ്ടാവുന്നത്. നമ്മൾക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുള്ള സാധനങ്ങള് അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം അവ നമ്മെ നയിക്കുന്നു, കീഴ്പ്പെടുത്തും, നമ്മളെ കീഴ്പ്പെടുത്തും. അത് ഓരോരുത്തർക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. അതിന്റെ ഒരു ഇതാണ് നമ്മൾ ഇൻവെന്ററി എടുത്തത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം എന്താണെന്നുള്ളത്. അത് ബിഗ് ബുക്ക് നിർത്തിലാണ്. നോക്കട്ടെ, എവിടെയാണ്? പേജ് 69. ഇംഗ്ലീഷില്, മലയാളത്തിൽ വ്യത്യാസം ഉണ്ടാവും. മലയാളത്തിൽ 68. അതായത് നമ്മുടെ 5-ാം, വേണ്ട, ഞാൻ വായിച്ചോളാം. താങ്ക് യു, ഞാൻ വായിച്ചു. ഈ വിധം ഉദാത്തമായ ഒരു തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. അതെന്നാൽ തുടങ്ങും. എല്ലാ ബന്ധങ്ങളെയും, അതായത് നമ്മുടെ ഈ 5-ാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗത്താണ് ഇത് വരുന്നത്. 4-ാം പടി ഒരുവിധമൊക്കെ എല്ലാം 4-ാം പടിയെ കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളത്. അപ്പൊ ആദ്യം 4-ാം പടിയെ കുറിച്ചുള്ള പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ജന്മവാസനകളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇനി അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ പറഞ്ഞു. ഈ വിധം ഉദാത്തമായ ഒരു തെളിഞ്ഞ കുടുംബജീവിതത്തിന് രൂപം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. എല്ലാ ബന്ധങ്ങളെയും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി. നമ്മളുടെ ഈ ജന്മവാസനകളും ഇതുമായിട്ട് നമ്മളുടെ ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളെയൊക്കെ നമ്മൾ കഴിഞ്ഞ കാലത്ത് എല്ലാത്തിനും നമ്മൾ എന്നെ ബന്ധപ്പെടുത്തി. ഇത് സ്വാർത്ഥപരമായിരുന്നോ? അവനവനോടുള്ള ചോദ്യമാണ്.
മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പൊ ഓരോ ബന്ധങ്ങളെയും വിലയിരുത്തുമ്പോഴൊക്കെ അതിൽ സ്വാർത്ഥപരമായിരുന്നോ എന്നുള്ള ചോദ്യം. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അതിൽ ഈ 3 പ്രകടമായ കാര്യങ്ങളും വരും. അതിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾക്ക് പരിഗണിക്കേണ്ടി വരും. അതാണ് നമ്മുടെ ക്യാരക്ടർ ഡിഫെക്ഷൻ. അത് വിദ്വേഷത്തിലും ഭയത്തിലൊക്കെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതങ്ങനെ ഒരു ലിങ്ക് ആയിട്ടാ പോവുക. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്താ പറയാ, ഒരു അവനവനോട് തന്നെ ഒരു ആത്മപരിശോധന നടത്തിയിട്ടാണ് മാതൃകാപരമായ ഒരു കുടുംബജീവിതം രൂപപ്പെടാനും അതിൽ ജീവിക്കാനും ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു. പിന്നെ അവിടെ പ്രാർത്ഥിച്ചു. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് വേണ്ടതാണ്, ദൈവികമായ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു നമ്മളുടെ കഴിവാണ്. അത് വളരെ നല്ലത് തന്നെ എന്ന് എപ്പോഴും നമ്മൾ ഓർക്കുന്നു. അത് ലാഘവത്തിലെടുക്കാനുള്ളതോ സ്വാർത്ഥപരമോ അല്ല. അതിനെ തള്ളിക്കളയാനുള്ളതല്ല. എന്നാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അമിതമായി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എവിടെ എപ്പോഴും സെക്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചും കൊണ്ടും പ്രവർത്തിച്ചും കൊണ്ടും നടക്കാനുള്ളതോ അല്ല. അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതുമില്ല. നോക്കൂ, അതാണ്. അപ്പൊ നമ്മൾ അതിനെ അവജ്ഞയോടെ കാണരുത്, ആർത്തിയോടെയും കാണും. രണ്ടും. ഇതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ പറയണത്. ഇനി ഈ പേജ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ക്യാരക്ടർ ഡിഫെക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്, 2 ഇൻവെന്ററിയെ കുറിച്ച്. അപ്പൊ ക്യാരക്ടർ ഡിഫെക്ഷൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? നമ്മളുടെ സ്വാർത്ഥത, ജന്മവാസനകളുടെ സ്വാർത്ഥതയുടെ പ്രകടമായ വിവിധ രൂപങ്ങൾ പരിഗണിക്കുക. വിവിധ രൂപങ്ങളിലാണ് പരിഗണിക്കുന്നത്. സ്വാർത്ഥതയുടെ പ്രകടമായ കാര്യങ്ങൾ. ആ പ്രകടമായ കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഈ 3 ഇൻസ്റ്റിങ്സ്, ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ്. ഇതിന്റെ ഹെഡിങ് തന്നെ ആണല്ലോ, ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ് ആണ്. അതാണ് ആ ഗോഡ് ഗിവൺ ഇൻസ്റ്റിങ്സ് പരിശോധിക്കുമ്പോൾ അതിന്റെ സർവ്വസാധാരണമായ വിവിധ രൂപങ്ങളെ നമുക്ക് പരിഗണിക്കാം. അതാണ് നമ്മുടെ ക്യാരക്ടർ. അത് നമ്മളുടെ എല്ലാം സ്വാർത്ഥതയിൽ ഊന്നിയതാണെങ്കിൽ കൂടി, അടിസ്ഥാന സ്വാർത്ഥതയാണെങ്കിൽ കൂടി, അതിന്റെ പ്രകടമായ രൂപങ്ങളായ ഈ 3 ജന്മവാസനകളിൽ അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ക്യാരക്ടർ ഡിഫക്റ്റുകൾ അത് പിന്നീടും അത് പ്രതിഫലിക്കുമ്പോൾ വേറെ രീതിയിലാണ്. എന്താ മൾട്ടിപ്ലൈഡ് ആയിട്ടാണ് അത് കാണുന്നത്. അതായത് ഒരു കാര്യത്തിൽ ഇപ്പൊ സ്വാർത്ഥതയുടെ ഒരു ഫിയറിന്റെ ഒരു ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫിയറിൽ നിന്ന് ഉത്ഭവിക്കാവുന്ന ക്യാരക്ടർ ഡിഫക്ട്സ് എന്തൊക്കെയായിരിക്കാം? കണ്ടമാനം കാര്യങ്ങളുണ്ടാവും ഫിയർ കൊണ്ട് വരാവുന്ന. ഒന്ന് എന്താ പറയാ, അതായത് ഫിയർ എന്നുള്ള ബേസിക് ഇൻസ്റ്റിങ്ക്ട്, ഫിയർ അല്ല, എൻ്റെ സോഷ്യൽ ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്ട്, എൻ്റെ സുരക്ഷിതത്വ ബോധം. എൻ്റെ സുരക്ഷിതത്വ ബോധത്തിൽ നിന്ന്, സാമൂഹ്യ ബോധത്തിൽ നിന്നൊക്കെയാണ് ഫിയർ ഉണ്ടാവുക. ആ ഫിയർ പ്രകടമാവുന്ന സമയത്ത് പല ഡിഫക്റ്റുകളായിട്ടാണ് പ്രകടം. ചിലപ്പോൾ കോപം വരെയായിരിക്കും, ചിലപ്പോൾ ഫിയർ കൊണ്ട് ഞാൻ നിരാശ ബാധിച്ച പോലെ ആയിരിക്കും, ചിലപ്പോൾ എനിക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ വളരെ ഓവർ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ എനിക്ക് ക്ഷമ ഉണ്ടാവില്ല. ഒക്കെ അതിന്റെ മൂലകാരണം നോക്കുമ്പോൾ ഫിയർ ആയിരിക്കും. ആ ഫിയർ എവിടെ നിന്ന് വന്നു? ഫിയറിന്റെ മൂലകാരണം എന്താണ്? ഫിയറിന്റെ മൂലകാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള സുരക്ഷിതത്വ ബോധം, ഈ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സുരക്ഷിതത്വ ബോധത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് വരുമോ എന്നുള്ളൊരു ചിന്തയാണ്. ആ സുരക്ഷിതത്വ ബോധം എന്നുള്ളത് എന്തിലടിസ്ഥാനമാണ്? സ്വാർത്ഥതയുടെ അടിസ്ഥാനം. ഇങ്ങനെയാണ് നമ്മൾ ഈ 4th സ്റ്റെപ്പ് ഇൻവെന്ററിയും അതിൽ കൂടെ ക്യാരക്ടർ ഡിഫക്ട്സ് ഒക്കെ കാണുന്നത്. ഇതൊരു വലിയൊരു ലിങ്കാണ്, ഇതൊരു ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ്. അത് ഓരോരോ സ്റ്റേജും കഴിയുമ്പോൾ ആംപ്ലിഫൈഡ് ആയിട്ട് ഇങ്ങനെ ഔട്ട്പുട്ടുകൾ പോയിക്കൊണ്ടേയിരിക്കും. ഫർദർ ലാസ്റ്റ് വരുമ്പോൾ ക്യാരക്ടർ ഡിഫക്ട്സിന്റെ എണ്ണം എടുക്കുമ്പോൾ കണ്ടമാനം എണ്ണം കിട്ടും. പക്ഷെ മൂലകാരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 3ാം പടിയിലെ അവിടെ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും മൂലകാരണം സ്വാർത്ഥതയാണ്. അപ്പൊ അതായിരുന്നു നമ്മുടെ കുഴപ്പം എന്നുള്ള അവിടെ നിന്ന് നമ്മൾ 3ാം പടിയിൽ മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെയാണ് അതിലുള്ള. അപ്പൊ അങ്ങനെയാണ് ക്യാരക്ടർ ഡിഫക്ട്സ്. പിന്നെ ഇൻവെന്ററി, നമ്മളിതൊക്കെ ഇൻവെന്ററി എടുത്താലേ മനസ്സിലാവുള്ളൂ. നമ്മളെ കണക്കെടുപ്പാണ് ഇൻവെന്ററി. ഓക്കെ.
താങ്ക് യു. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവർക്കും താങ്ക് യു അശ്വൻ ചേട്ടാ. താങ്ക് യു. ടൈമായില്ല. ഓക്കെ, താങ്ക് യു അശ്വൻ ചേട്ടാ. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഹരിഹരകൃഷ്ണൻ ചേട്ടാ, നമുക്ക് തുടങ്ങാം. നമസ്കാരം. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഒരു മിനിറ്റ്. ഹലോ. തുടങ്ങാം. ഞാനൊരു അമിത മധ്യാസക്തൻ ദൈവസഹായത്താലും ഈ കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. ഹലോ. അപ്പൊ ഇത് സ്റ്റെപ്സ് വി ടുക്ക് എന്ന പുസ്തകത്തില് കഴിഞ്ഞ ആഴ്ച നമ്മള് വായിച്ചത് 8-ാം പടിയും 9-ാം പടിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതില് നമ്മൾ നിർത്തിയ സ്ഥലം ഇതായിരുന്നു. The big book goes on to tell us we can't make amends that are going to hurt other people. There is an example of a man who needed to make amends which would implicate other people. So he went to them and got their permission. They allowed him to make the amends. Page 80, big book page 80. But there are some amends we can make because we can't make. There are some amends we can't make because of the potential harm to other people. In these cases, we will just have to live with it. But I don't think these will be very painful because the willingness we feel will give us a lot of relief. Later on, a situation might change so that it will no longer harm someone else. And then it goes on our list of amends to be made. അതായത് ചില സ്ഥലത്ത് മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അമെൻസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവിടെ അമെൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുന്നത് തന്നെ നമുക്ക് റിലീഫ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. These steps are where we need to be careful, and a new person really needs a sponsor to help make the right judgment. സ്പോൺസറിന്റെ ഒരു അത്യാവശ്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. പുതിയ ആൾക്ക് എസ്പെഷ്യലി ഈ പടി ചെയ്യുമ്പോൾ ഒരു സ്പോൺസറുടെ സഹായത്തിന്റെ ആവശ്യത്തെ കുറിച്ച് പറയുന്നു. അതായത് ഈ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാവും വിധം നമ്മൾ ചെയ്യരുത് എന്ന കാര്യത്തില് ഒരു സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് അത് പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ. These steps are where we need to be careful, and a new person really needs a sponsor to help make the right judgment calls. We are going to be working on some of these things for the rest of our life. ഇത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതില് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Most people have some things in their past. They will have to always live with it. These burdens can even be beneficial because they can make us treasure the new relationships we make as we recover and bring people back into our lives. Brackets കൊടുത്ത സംഭവം. Most people have some things in their past they will have to always live with. ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങള്
വല്ലാതെ മനസ്സിലേക്കുള്ള ഭാരമായിട്ടുള്ള ഒരു സംഗതികളായിട്ട് ജീവിതം മുന്നോട്ട് പോയേണ്ടി വന്നേക്കാം. പക്ഷെ ആ ഭാരം പോലും ചില സമയത്ത് നമുക്ക് ഗുണകരമായി വന്ന് ഭവിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേ ക്യാൻ മേക്ക് അസ് ട്രഷർ ദ ന്യൂ റിലേഷൻഷിപ്പ്. നമുക്ക് പുതിയ ബന്ധങ്ങളിലേക്ക് അതൊരു ഉപകാരപ്രദമായിട്ട് ആയിത്തീരും എന്നാണ് പറഞ്ഞത്. വി മേക്ക് ആസ് വി റിക്കവർ ആൻഡ് ബ്രിങ് പീപ്പിൾ ബാക്ക് ഇൻ ടു അവർ ലൈഫ്. നമ്മള് മോചനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധങ്ങളോടുകൂടി കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. So while we have to become 100% willing to make amends for all the harms we have caused, we must realize that we may work for a lifetime trying to make all the amends. അപ്പോ ആദ്യം ആഗ്രഹത്തെ കുറിച്ച് പറയുകയാണ്. അതായത് while we have to become 100% willing, 100% പിന്നെ ഈ പരിഹാരം ചെയ്യാനായിട്ട് തയ്യാറെടുപ്പ് മാനസികമായിട്ട് ആവുന്നതോടുകൂടി എന്തെല്ലാം മറ്റുള്ളവർക്ക് ഹാനി ചെയ്തിട്ടുണ്ടോ അത് മാത്രം പോരാ. വി മസ്റ്റ് റിയലൈസ്, ഒരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. There are several reasons that may keep amends from falling into the whenever possible category. നേരത്തെ പറഞ്ഞ whenever possible, അതായത് അത് whenever possible ദൈവഹിതം ആയിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. There are several reasons that may keep amends from falling into the whenever possible. അതായത് ഈ പരിഹാരം ചെയ്യാനായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അതാ whenever possible പറഞ്ഞ ദൈവഹിതം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ആ കാറ്റഗറിയിൽ പെടും. Some people are dead. അതിന്റെ ഉദാഹരണങ്ങളുണ്ട്. ചില ആളുകൾ മരിച്ചുപോയി, അവരോട് പരിഹാരം ചെയ്യാൻ പറ്റില്ല. We don't know where some people are. വേറെ ചില ആൾക്കാരെ എവിടെയാണ് ഉള്ളത് എന്നറിയില്ല. And some people we owe money and we simply don't have the money. വേറെ ചിലരോട് നമുക്ക് പൈസ കൊടുക്കാനുണ്ടാവും, പക്ഷെ നമ്മളിൽ കൊടുക്കാനായിട്ട് പൈസ ഉണ്ടാവില്ല. Regarding money, Bill tells us to make arrangements to pay when we. Regarding money, Bill tells us to make arrangements to pay when we can't pay immediately. ഒരു പക്ഷേ ഭാവിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തോട് കൂടിയിട്ട് നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുക. അതായത് അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതായത് നമ്മളൊരു കൊടുക്കാം എന്നുള്ള ഒരു കാര്യം ആ കൊടുക്കേണ്ട ആളോട് പറയുകയാണ്. അതിനുള്ളൊരു സമയം, അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മളത് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു തയ്യാറെടുപ്പിനെ കുറിച്ച് പറയുന്നത്. There were some amends I was never able to make and I had some guilt and remorse about them. Then I began to find I could talk about them to people I was working with and realized that I was free. ചില പരിഹാരം ഏത് രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും പരിഹാരം ചെയ്യാൻ പറ്റാത്ത ചില ഒരവസ്ഥയിലായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഒരു കുറ്റബോധം, അതുകൊണ്ടുള്ള ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് then I began to find I could talk about them to people. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആരുമായിട്ട് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, അവരുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഈ സംസാരിക്കുമ്പോൾ തന്നെ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനസ്സൊന്ന് അയഞ്ഞ പോലെ തോന്നി എന്നാണ് പറയുന്നത്, ഫ്രീ ആയ പോലെ തോന്നിയത്. These were things I once couldn't talk about, and then I realized I was talking freely with people about them without guilt or pain. ഈ സംഭവം നേരത്തെ എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അതായത് അത് തീർച്ചയായിട്ടും നോൺ റിക്കവറി ആയിട്ടുള്ള സമയത്തായിരിക്കണം, കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം, അല്ലെങ്കിൽ
റിക്കവറിയിൽ തന്നെ ഇപ്പൊ റിക്കവറിയിൽ പുതുതായിട്ട് വന്ന ആൾക്ക് പെട്ടെന്ന് ഈ പ്രോഗ്രാം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിക്കൊള്ളുന്നു. പതിയെ പതിയെ മനസ്സിലാവുമ്പോൾ, മനസ്സിലായ ശേഷം, സംസാരിക്കാനുള്ളൊരു കഴിവ് കിട്ടിയ ശേഷം, ഈ പ്രോഗ്രാമിൽ നിന്നും ലഭിച്ച ശേഷം അത് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു 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 അയവ് അല്ലെങ്കിൽ മനസ്സിലേക്ക് കിട്ടുന്ന ഒരു ഒരു വല്ലാത്തൊരു ഫ്രീഡം, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 8ാം പടിയിലെ ഒരു കോളം ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ വി ആർ ഹാം. നമ്മുടെ ബുക്കിൽ പറയുന്നത് പോലെ തന്നെയാണ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ വി ആർ ഹാം. 2, ബിക്കം വില്ലിംഗ് ടു മേക്ക് അമൻസ് ടു ദി പീപ്പിൾ ഇൻ ദ ലിസ്റ്റ്. ലിസ്റ്റ് ഉണ്ടാക്കുക, ലിസ്റ്റ് ഉണ്ടാക്കിയ ആളുകളോട് പരിഹാരം ചെയ്യുക. 9ാം പടി മേക്ക് ഡയറക്റ്റ് അമൻസ് ടു ഓൾ പീപ്പിൾ ഓൺ ദ ലിസ്റ്റ് വിത്ത് the exception of those people in items 4 and 5 below. എല്ലാവരോടും ഡയറക്റ്റ് ആയിട്ട് അമെന്റ്മെന്റ്സ് പരിഹാരം ചെയ്യുക, എക്സെപ്റ്റ് ഏതൊക്കെ ടോട്ടൽ 4ഉം 5ഉം പറയുന്നത്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവരോട് ചെയ്യാതിരിക്കാനാണ് പറയുന്നത്. 4ാമത്തെ റിമൂവ് ദോസ് ഫ്രം ദ ലിസ്റ്റ് ടു ഹും ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മേക്ക് അമെന്റ്സ്. റിമൂവ് ദോസ് ഫ്രം ദ ലിസ്റ്റ് to whom it is impossible to make amends. പരിഹാരം ചെയ്യാൻ പറ്റാത്ത ആളുകളെ മാറ്റാനാണ് പറയുന്നത്, ലിസ്റ്റിൽ നിന്ന് മാറ്റാനാണ് പറയുന്നത്. 5ാമത്തെ റിമൂവ് ദോസ് ഫ്രം ദ ലിസ്റ്റ് ഫോർ ഹും amends should produce injury. 8ാം പടിയിൽ പറയുന്നത് തന്നെയാണ്, മറ്റുള്ളവർക്ക് 9ാം പടിയിൽ പറയുന്നത് മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കും വിധം ആണ് പരിഹാരം ചെയ്യണം എന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പരിഹാരം ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ റിമൂവ് ദോസ് 4ാമത്തെ ചെയ്യാൻ പറ്റാത്തവരെ റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ഒരു പക്ഷേ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ആരാണെന്ന് പരിശോധിക്കുമ്പോൾ മരണപ്പെട്ടവരോട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. വി ആർ ഓൾ ലിവിങ് ഇൻ ഗോഡ്സ് വേൾഡ് ആൻഡ് വി ഓൾ ഹാവ് ഗോഡ് വിത്ത് us. Things even out. Sometimes I think a lot of our guilt and remorse is just our egos anyway. One of the most important things we can learn from working these steps is that value of other people if we want to have successful life. One of the most important things we can learn from working these steps is the value of other people if we want to have the value of other people if we want to have successful lives. അപ്പൊ ഈ പടി ചെയ്യുന്നതിന്റെ ഒരു ഗുണത്തെ കുറിച്ചാണ്, വളരെ പ്രാധാന്യമേറിയ ഒരു ഗുണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ദൈവമുണ്ട്. സംഗതികൾ നടന്നു വരും, സംഗതികൾ ശരിയായി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ചില സമയത്ത് ഐ തിങ്ക് എ ലോട്ട് ഓഫ് അവർ ഗിൽറ്റ് ആൻഡ് റിമോഴ്സ് ഇസ് ജസ്റ്റ് അവർ ഈഗോസ്. അഹങ്കാരം ആണ്, എന്റെ അഹങ്കാരമാണ് പല സമയത്തും എന്റെ കുറ്റബോധത്തിനും എന്റെ മാനസിക വിഭ്രാന്തിക്കും കാരണം എന്ന് കണ്ടുപിടിച്ച ഒരു കാര്യം പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും എനിവേ one of the most important things we can learn from working these steps. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ പടികൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. എന്താണ്? the value of other people. മറ്റുള്ളവരുടെ മറ്റു മനുഷ്യരുടെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കും. ഇവിടെ ഒരു പഴയ ഒരു ഓൾഡ് സെയിം, ഒരു പഴയൊരു പഴഞ്ചൊല്ലിനെ കുറിച്ച് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മെനി പീപ്പിൾ ലവ് തിങ്സ് ആൻഡ് യൂസ് പീപ്പിൾ. മെനി പീപ്പിൾ ലവ് തിങ്സ് ആൻഡ് യൂസ് പീപ്പിൾ. വി മസ്റ്റ് ലേൺ ടു യൂസ് തിങ്സ് ആൻഡ് ലവ് പീപ്പിൾ. ആ വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. പല ആളുകളും അതിന്റെ സ്വാർത്ഥതയെ കുറിച്ച് പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കണം, എന്റെ സ്വാർത്ഥത. അതായത് നമ്മൾ പല ആളുകളും സാധനങ്ങളോടാണ് നമുക്ക് മാനസികമായിട്ട്
ഇഷ്ടം തോന്നുക. എന്നിട്ട് ആ സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ആ സാധനത്തോടാണ് സ്നേഹം. ആ സാധനങ്ങൾ ലഭിക്കാനായിട്ട് ആളുകളെ ഉപയോഗിക്കും. പക്ഷെ അതല്ല വേണ്ടത്. വേണ്ടത് എന്താണ്? നമുക്ക് പഠിക്കണം. എന്തിനു വേണ്ടിയിട്ട്? സാധനങ്ങളെ ഉപയോഗിക്കാനും ആളുകളെ സ്നേഹിക്കാനും പഠിക്കണം. സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളത്, ആ സാധനത്തിനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ ആളുകളെ ഉപയോഗപ്രദമാക്കും ആ സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടി. അതിനെയാണ് സ്വാർത്ഥത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ നേരെ തിരിച്ചിട്ടുകൊണ്ട് ആളുകളെ സ്നേഹിച്ചുകൊണ്ട് സാധനങ്ങൾ ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ്. ശരിയായ ഒരു മനുഷ്യാവസ്ഥയെ കുറിച്ച് പറയാം. ഒരു നല്ല ഒരു മനുഷ്യാവസ്ഥയെ കുറിച്ച് പറയും. സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥമായിട്ടുള്ള ഒരു മനുഷ്യാവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മോസ്റ്റ് self-centered people have seen other people as something to be used instead of as valuable assets to a good life. എനിക്കിത് വായിക്കുമ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഇവിടെ പറയണമെന്ന് തോന്നുന്നു. എത്രത്തോളം ആ ഉദാഹരണം ഇതുമായിട്ട് ചേരും എന്നുള്ളത് പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. എങ്കിലും എനിക്കത് ഈ സമയത്ത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് പറഞ്ഞേക്കാം. ഞാനൊരിക്കൽ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ എൻ്റെ കൂടെ ഒരു മ്യൂസിക് പ്രോഗ്രാമാണ്. അപ്പൊ അതില് ഒരു പെർഫോമർ, ഒരു മ്യൂസീഷ്യൻ, അല്ലെങ്കിൽ അയാളൊരു റിതം പ്ലെയറാണ്. അയാൾ എന്നോട്, എൻ്റെ ഡൽഹി ആകുമ്പോൾ ഇവിടുന്ന് കുറച്ച് ദീർഘയാത്രയാണ്. അപ്പോൾ ഒരു രാത്രി കഴിഞ്ഞു, അടുത്ത ദിവസം രാവിലെ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എന്നെ സ്വാമി എന്നാണ് വിളിക്കുക. സ്വാമി മദ്യപാനമൊക്കെ ഒഴിവാക്കി ജീവിക്കുകയാണെന്ന്. എനിക്കും മദ്യപാനം ഒഴിവാക്കിയാൽ കൊള്ളാം എന്നത്. ഞാനപ്പോ ഉടനെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ സാധാരണ രീതിയിലുള്ള ഈ പ്രോഗ്രാമിനെ അറിയാത്ത മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെ അദ്ദേഹം സംസാരിക്കുന്നു. ആ ഒരു സംസാരം ഇതായിരുന്നു. ഇല്ല, എനിക്ക് എന്താ ബുദ്ധിമുട്ടിച്ചാല് ഞാൻ 3 പ്രാവശ്യം കല്യാണം കഴിഞ്ഞു. 3 സ്ത്രീകളെ ഞാൻ വിവാഹം ചെയ്തു. ആദ്യത്തെ വിവാഹത്തിൽ ആദ്യത്തെ സ്ത്രീയെ വിവാഹം ചെയ്തു. 2 കൊല്ലം അവരെ ഉപയോഗിച്ചു. അയാള് പറഞ്ഞ വാക്കാണ്, 2 കൊല്ലം ആ സ്ത്രീയെ ഞാൻ ഉപയോഗിച്ചു. അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ 2ാമത് സ്ത്രീയെ വിവാഹം ചെയ്തു. അവരെ ഒരു 3 കൊല്ലം ഉപയോഗിച്ചു. അവരെ വേണ്ട വെച്ചു. 3ാമത് വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ വിവാഹ ജീവിതവും നല്ല രീതിയിൽ പോകുന്നില്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോ ഭാര്യയെ ഒരു ഉപയോഗ വസ്തുവായിട്ട് അയാൾ കണ്ടു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ എന്നോട് പറയണം. അപ്പൊ ഞാനത് അന്ന് തന്നെ ഇപ്പൊ വായിച്ച് ഈ കാര്യം എൻ്റെ മനസ്സിൽ വളരെ ഒരു ആഴമായിട്ട് എൻ്റെ മനസ്സിലത് പതിഞ്ഞു. ഒരു മദ്യാസക്തൻ, എന്നെപ്പോലുള്ള ഒരു മദ്യാസക്തൻ അതുപോലെ തന്നെയാണ് എനിക്ക് അദ്ദേഹം എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ആള് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഞാനും അതുപോലെ തന്നെ അല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാനൊക്കെ കല്യാണം കഴിച്ചെങ്കിലും ഭാര്യയെ ഒരു ഉപയോഗ വസ്തുവായിട്ട് തന്നെയാണ് ഞാനും കണ്ടിരുന്നത്. അവിടെയാണ് ഈ വായിച്ചതിന്റെ പ്രസക്തിയുള്ളത്. അതായത് one of the most important things we can learn from working these steps is the value of other people if we want to have successful life. അതന്നെയാണ് ഭാര്യ എന്നുള്ളത് ഒരു ഉപയോഗ വസ്തു അല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിക്കും. ഇതുപോലെ ഭാര്യ എക്സാമ്പിൾ. ഇതേപോലെ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന പല വ്യക്തികളുമായിട്ടും അവരെ ഒരു ഉപയോഗ വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വാർത്ഥത കൊണ്ട് ഉണ്ടാവുന്നു. മദ്യാസക്തിന്റെ വളരെ പ്രകടിതമായ ഒരു സ്വഭാവ ദൂഷ്യമാണ് ഈ സ്വാർത്ഥത. അതിനെക്കുറിച്ചാണ് ഇവിടെ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. They have self-centered people have seen other people as something to be used instead of, അതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഉപയോഗ വസ്തു.
used as a valuable asset to a good life. They have run people off. They don't really see the purpose of having other people in their lives. ആ ബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കാത്തൊരു അവസ്ഥയായിരുന്നു, ഒരു സ്വാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു മധ്യാസക്തി. Most self-centered people keep on being selfish and self-centered until they become successful at it. Most self-centered people keep on being selfish and self-centered until they become successful at it, and they end up alone. That's what they have worked at all. That's what they have worked at all their lives, getting other people out of their lives. അപ്പോൾ ഇത് ഒരു തീരാത്ത ഒരു പ്രവൃത്തിയാണ്. ഈ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, അത് തീരില്ല. അപ്പൊ അത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ സ്വാർത്ഥത കൊണ്ട് അവർക്ക് നേടുന്നത് വരെ അവരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്? But human beings were made to rely on God and catch other people. But human beings were made to rely on God and rely on God and each other. പരസ്പര വിശ്വാസമാണ് ദൈവത്തോടുള്ള വിശ്വാസം. പരസ്പര വിശ്വാസവും ദൈവത്തോട് വിശ്വാസവും ആണ് ഒരു മനുഷ്യബന്ധത്തിന് വേണ്ടത് എന്നുള്ളത്. അങ്ങനെയാണ് മനുഷ്യ ജീവരാശികളെ നിർമ്മിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. എന്തിന്? ദൈവത്തിൽ വിശ്വസിക്കാനും പരസ്പരം വിശ്വസിക്കാനും. People who try to rely on self cut themselves off from God. സ്വാർത്ഥതയുള്ളവൻ ദൈവത്തിന്റെ അടുത്തിൽ നിന്നും അകലുകയാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആകുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥതയുള്ളവൻ ദൈവവുമായിട്ട് ഒരിക്കലും അടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആൻഡ് അതർ പീപ്പിൾ ആൻഡ് മേക്ക് ദെയർ ലൈഫ്സ് ഹാർഡ്. അപ്പം ദൈവത്തിന്റെ അടുത്ത് നിന്ന് അകലുമ്പോൾ മറ്റുള്ളവരുടെ ബന്ധങ്ങളിൽ നിന്നും അകലും. അതുകൊണ്ട് എന്തായി? സ്വന്തം ജീവിതം വളരെ വിഷമകരമായിട്ട് ആക്കി തീർക്കുന്നു. So we can see that step 8 and 9 are ways we can put the things back to our life. ജീവിതം വഴിമുട്ടി പോയ ഒരവസ്ഥ, അല്ലെങ്കിൽ ജീവിതം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിൽ നിന്നും നമുക്ക് ജീവിതത്തെ അതിൻ്റെതായിട്ടുള്ള ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പടിയാണ് 8ാമത്തെ 9ാമത്തെയും പടി എന്നാണ് നമ്മൾ പറയുന്നത്. Step 8 and 9 are ways we can put these things back in our life that we needed. ഇതാണ് ആവശ്യം. ഈ ഒരു തരം ഗിൽട്ട്, റിമോഴ്സ്, കഷ്ടപ്പാടുള്ള ജീവിതത്തിൽ നിന്നും മോചനം നേടേണ്ട പടികളാണ് 8ഉം 9ഉം. A relationship with God and nurturing relationship with other people. അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താണ്? ദൈവവുമായിട്ടുള്ള ബന്ധം നേടിയെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള മനുഷ്യരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നുണ്ട്. We will not be using people as we did in the past, but we will see how we need people. ആളുകളെ ഉപയോഗിക്കാതെ, നേരത്തെ പറഞ്ഞ ഉപയോഗം, ആ ഉപയോഗം എന്നുള്ള ഒരു തരം സ്വാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നും മാറി മറ്റുള്ളവരെ അവരവരുടെ ജീവിതത്തിന്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക്, അത് തന്നെയാണ് ബന്ധങ്ങളുടെ ആവശ്യകത, അതിന് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ബട്ട് വി വിൽ സീ ഹൗ വി നീഡ് പീപ്പിൾ. ഒരു ഭർത്താവിന് ഭാര്യയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവും. ഒരു അച്ഛന് മക്കളുടെ ആവശ്യം എന്താണെന്ന്, ഒരു മക്കൾക്ക് അച്ഛന്റെ ആവശ്യകത, അതുപോലുള്ള ആവശ്യകത. The more
the more successfully a person is living, the more people he has in his life. കൂടെ ജീവിക്കുന്ന ആളുകളാണ് ഒരു മനുഷ്യന്റെ വിജയപ്രദമായ ജീവിതത്തിൽ കാണുന്നത് എന്നാണ് പറയുന്നത്. കൂടുതൽ ആളുകൾ ഒരു മനുഷ്യന് ചുറ്റുമുണ്ടെങ്കിൽ അയാൾ അത്രയും വിജയകരമായി ജീവിക്കും എന്നുള്ളത് തന്നെ. While the selfish, self-centered person will drive people out of his life. അതിന്റെ നേരെ വിപരീത അവസ്ഥയെ കുറിച്ച് പറയണം. നേരെ മറിച്ചൊരു പ്രാർത്ഥനും ഒരു ഏത് സമയത്തും അവനവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആള് എല്ലാ ബന്ധങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ആളുകളെ അകറ്റി മാറ്റി നിർത്തും എന്നാണ് പറയുന്നത്. While we need to learn to have nurturing, healthy relationship with other people, we also need to emphasize that we are not making these amends for the purpose of getting people to like us. അപ്പൊ ഇതുപോലുള്ള പരിഹാരം ചെയ്യുന്ന ഒരു പ്രക്രിയയെ വീണ്ടും ഒരു തരത്തിൽ ഒരു സ്വാർത്ഥമായ ഒരു അപ്രോച്ച് അല്ല വേണ്ടതെന്ന് പറയുന്നു. While we need to learn to have nurturing, healthy relations, ആരോഗ്യപ്രദമായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത് എന്താണെന്നാണ് പറയുന്നത്. Other people, we also need to emphasize that we are not making these amends for the purpose of getting people to like us. വേണമെങ്കിൽ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയാം. അതായത് അവരുടെ ഒരു എന്താ പറയാ, അവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി ചെയ്യുക, അല്ലാതെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, അവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി. അപ്പൊ അവിടെ എന്തോ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് ഇവിടെ യോദർ പറയുന്നത്. അത് ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെ സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടാണ് 8-ാം-പടി 9-ാം-പടി ചെയ്യുന്നത്. Sometimes we may get down out of someone's office. Sometimes we may get thrown out of someone's office when we try to make amends. But that's the other person's problem, not ours. നേരത്തെ വായിച്ചിരുന്നത് അതായത് നമ്മൾ ചിലപ്പോ ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലുക, അല്ലെങ്കിൽ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളോ ഓഫീസോ എവിടെയെങ്കിലും, ചിലപ്പോ അവിടുന്ന് നമ്മളെ പിടിച്ച് ചിലപ്പോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അതിൽ പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അത് അയാളുടെ ഒരു കാര്യമാണ്. നമ്മുടെ ഉദ്ദേശം അവിടെ പോയി പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അപ്പൊ അയാൾ നമ്മളെ പിടിച്ച് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിരാശക്കുള്ള സ്ഥാനം അവിടെ ഇല്ല എന്ന് പറഞ്ഞു. If we have made our amends and done our part, then it doesn't make any difference. പരിഹാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് അവിടെ പ്രാധാന്യം. അപ്പൊ നമ്മൾ പരിഹാരം ചെയ്യാൻ വേണ്ടി പോയി പരിഹാരം ചെയ്തു. അയാളിപ്പോ ഓഫീസിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുവോ അതൊക്കെ വേറെ വിഷയമാണ് എന്നാണ് പറയുന്നത്. If they still have a problem, we can let them have it. If they still ഇത് ചെയ്ത ശേഷവും അവർക്ക് നമ്മൾ ആരോട് പരിഹാരം ചെയ്തോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കാനേ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. A lot of times we don't realize that some of the attitudes people have towards us have been based on what we have been doing. That's why they may have struck us or hurt us. It was our actions that gave them that attitude. അപ്പൊ മറ്റുള്ളവര് പല പ്രാവശ്യവും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾക്ക് ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ
അതുകൊണ്ടാണല്ലോ പരിഹാരം ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് തിരിച്ചറിയേണ്ടിയിരിക്കും. നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ അവർക്ക് നമ്മളോട് അവർക്ക് നമ്മളോട് അവരെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതാണ് അവരെ ദാറ്റ്സ് വൈ ദേ മേ ഹാവ് സ്ട്രക്ക് us or hurt us. അതുകൊണ്ടായിരിക്കും അവര് നമ്മളെ തിരിച്ച് നമുക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇറ്റ് വാസ് അവർ ആക്ഷൻ ദാറ്റ് ഗേവ് ദം ദാറ്റ് ആക്ഷൻ. നമ്മുടെ പ്രവൃത്തിയാണ് അവരെയും ഈ മോശമായ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറയാം. അപ്പോ നമുക്ക് ഇവിടെ നിർത്താം. സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ രാജേഷ്. താങ്ക് യു. ഓക്കെ. 10-12 വെച്ച് നോക്കുമ്പോഴേ ഞാനൊരു ആൽക്കോളിക്കാണ്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് അമൻസ് ചെയ്യാൻ പോയി, അപ്പൊ അവര് റിജക്ട് ചെയ്താലും നമ്മള് വിഷമിക്കണ്ട, അത് അവരുടെ കുഴപ്പമാണ് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി അല്ലേ? ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ചില സ്പോൺസർമാര് പറയും നമ്മൾ മൈക്ക് ടൈസന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോകില്ലോ, അല്ലെങ്കിൽ ഇടിയുണ്ടാക്കാൻ പോകില്ലോ, കാരണം നമ്മളെക്കാളും ശക്തനാണ് അവൻ. അപ്പൊ ചില സ്ഥലങ്ങളില് ഈ അമൻസിനെ പറ്റി നമ്മളെക്കാളും നമ്മളെ ഒരിക്കലും ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ അമൻസ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ടായി. അതായത് നമ്മൾ അമൻസില് ഞാൻ വണ്ടി ഓടിക്കണോണ്ടായിരിക്കും. ഞാൻ ഇപ്പൊ കേക്കാവോ? കേൾക്കാം. അതായത് നമ്മൾ അമൻസ് ഏർപ്പെടാൻ പോകുമ്പോഴേ, ഇപ്പൊ നമ്മൾ രമ്യതയിൽ ഏർപ്പെടാൻ പോകുമ്പോ ചില ആളുകൾ ഓക്കെ എന്ന് പറയും, ചില ആളുകൾ നമ്മളോട് നമ്മുടെ ഈ മാറ്റത്തിന് അംഗീകരിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ 16 വർഷമാണേലും നമ്മൾക്കുണ്ടായ മാറ്റത്തെ അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പൊ അവിടെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ അമൻസ് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞത്, ചിലപ്പോ നമ്മൾ മൈക്ക് ടൈസന്റെ അടുത്ത് യുദ്ധത്തിന് പോകാറില്ലല്ലോ, അവിടെ പോയി യുദ്ധം ചെയ്തോ അവരോട് മല്ല് പിടിച്ചോ നമ്മൾ വിജയിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകള് നമ്മള് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതിനെപ്പറ്റി ചേട്ടൻ കേട്ടിട്ടുണ്ടോ? അല്ല, അതായത് ഞാൻ അത് കേട്ടിട്ടില്ല. മൈക്ക് ടൈസൺ എന്ന് പറയുന്നത് മറ്റേ ഗുസ്തി ഇതിന്റെ ആളല്ലേ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, ആരോഗ്യമായിട്ട് ഭയങ്കര ഇടിയുടെ ആള്. അയാളല്ലേ മൈക്ക് ടൈസൺ? ബോക്സിംഗ്. ബോക്സർ അല്ലേ? അതെ. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഇടി കൂടാൻ പോവില്ലല്ലോ, കാരണം നമ്മൾ തോൽക്കും. അപ്പൊ അങ്ങനെ അത്രമാത്രം ശക്തരായ ചില ആളുകളുടെ അടുത്ത് നമ്മൾ പോയി വാങ്ങണ്ട എന്നുള്ളതൊക്കെ ചിലപ്പോ പറയാറുണ്ട് സ്പോൺസർ. അതിനെപ്പറ്റി ചേട്ടൻ ഒന്ന് വിശദീകരിക്കാവുന്ന ചോദിച്ചു. അല്ല, ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ വില്ലിങ് ആവണമെന്ന് മാത്രമാണ്. അദ്ദേഹം ശക്തനായിരിക്കാം, അദ്ദേഹം എന്നെ തൂക്കി വലിച്ച് പുറത്തേക്ക് ഇടാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോ എനിക്ക് ഞാൻ പോയ ഈ 8-ാം പടിയും 9-ാം പടിയും വായിക്കുമ്പോൾ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിക്കുമ്പോഴും കഴിഞ്ഞ ആഴ്ച വായിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് പരിഹാരം ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കാം. കുഴപ്പമില്ല, അതുകൊണ്ട് വിരോധമില്ല. തീർച്ചയായിട്ടും ഈ മനോഭാവം, ഈ ആഗ്രഹം, അത് തന്നെ എന്നെ സഹായിക്കും. ഇപ്പൊ ഞാൻ അവിടെ പോയി പരിഹാരം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടന്നോളണം എന്ന് വാശി പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്ക് പാടില്ല. അത് മൈക്ക് ടൈസൺ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഞാൻ പരിഹാരം ചെയ്യാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം. എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് മദ്യപാനം നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണോ എനിക്ക് വേണ്ടത്? ഇത് ചെയ്യാനുള്ള ഒരു മനോഭാവവും ഒരു തയ്യാറെടുപ്പും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അവിടെ പോയി ചെയ്യാൻ പറ്റി എന്ന് വരാം, ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. അതിനെക്കുറിച്ച് ഞാൻ ബോധയുടെയല്ല. മൈക്ക് ടൈസൺ വളരെ
ശക്തിമാനാണെങ്കിൽ അത് അയാളുടെ പ്രോബ്ലമാണ്, അത് അയാളുടെ ഒരു കാര്യമാണ്, അത് അയാളുടെ പ്രോബ്ലമോ അല്ലെങ്കിൽ അയാളുടെ ഗുണമോ എന്തോ ആയിക്കോട്ടെ. അയാൾ എന്നെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നത് അത് അയാളുടെ പ്രശ്നമാണ്. എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് പരിഹാരം ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കാൻ സാധിച്ച് ഞാൻ അവിടെ പോയി പരിഹാരം ചെയ്യാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഈ നിർദ്ദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. 8-ാം പടി 9-ാം പടി. അവിടെ ഒരു കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഷിബു. താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളെ ഈ മരിച്ചുപോയവരുടെ കാര്യം അത് ചിലപ്പോ ഇനി പറയണുള്ളായിരിക്കും അല്ലെ നമ്മള്? അല്ല, പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയവരോട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മരിച്ചുപോയവരോട് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ തന്നെ നമുക്ക് മനസ്സ് ഫ്രീ ആവും എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്റെ അച്ഛനോട് സത്യം പറഞ്ഞ എനിക്ക് അതാണ് ഞാൻ ആ ഉദാഹരണമാണ്. എന്റെ അച്ഛനോട് എനിക്ക് പരിഹാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അച്ഛനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അച്ഛനോട് പരിഹാരം ചെയ്യാമായിരുന്നു എന്നുള്ള ആഗ്രഹത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ എനിക്ക് ആരോടെങ്കിലൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ അവരോട് പറയുമ്പോഴും തന്നെ ഈ പറഞ്ഞ ഒരു സമാധാനം കിട്ടുന്നു. മരിച്ചുപോയ ആളോട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ആറ്റിറ്റ്യൂഡിനാണ് അവിടെ പറയുന്നത്. ആ പരിഹാരം എന്താ വെച്ചാല് നമുക്ക് അന്ന് ഈ രോഗം കാരണം വേറെ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു. അന്ന് വെറുപ്പ്, മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ 3-ാം പടി 4-ാം പടിയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കി. എന്നിട്ടാണ് നമ്മൾ ഈ മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കിയത്. ആ ഹാനി ഉണ്ടാക്കിയ ആളുകളെ നമ്മൾ ചെയ്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 8-ാം പടിയും 9-ാം പടിയും ചെയ്യുന്നത്. അപ്പൊ ഈ മനോഭാവം ഉണ്ടായാൽ തന്നെ നമുക്ക് ആ 8-ാം പടിയും 9-ാം പടിയും ചെയ്യുന്നതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും. ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും ആ ഒരു മനോഭാവം ഉണ്ടായാൽ തന്നെ അതിന്റെ ഫലത്തിന്റെ ചെറിയൊരു അംശം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. മരിച്ചുപോയവരോട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ചിലവര് സ്ഥലം ഒരു ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ ഒന്ന് ഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ള മനോഭാവം തന്നെ നമുക്ക് ഒരു നല്ലൊരു ഇതായിരിക്കും എന്നാ പറയും. നല്ലൊരു അവസ്ഥയായിരിക്കും നമുക്ക്. താങ്ക് യു ഏട്ടാ, താങ്ക് യു. ഓക്കെ. പക്ഷെ ഇവിടെയൊക്കെ ആത്മാർത്ഥത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവനവനോടുള്ള ആത്മാർത്ഥത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സ്പോൺസറെ ഈ മരിച്ചവർക്ക് ലെറ്റർ എഴുതുക, സ്വയം ലെറ്റർ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് കീറിക്കളയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സെമിത്തേരിയുടെ അവിടെ പോയി കീറിക്കളയുക എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലോ. അത് നിങ്ങളുടെ മനോഭാവത്തെ നിങ്ങൾ വെളിപ്പെടുത്തുകയാണ്. വെളിപ്പെടുത്തി അത് പേപ്പറിലാക്കുകയാണ്. ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ. എനിക്കത് ശരി തന്നെ തോന്നുന്നു. രമ്യതയിൽ ഏർപ്പെടാനുള്ള മനോഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ഒരു തുടക്കമാണ് അല്ലെ? അത് തന്നെ മാറി. അതെ, അത് വന്നു കഴിഞ്ഞാല് വളരെ എളുപ്പമാണ്. ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് ചെയ്തില്ലെങ്കിൽ പോലും വേറെ ചെയ്യാൻ പറ്റുന്ന ആളോട് അത് വായിച്ചു, അത് തുടക്കത്തിൽ വായിച്ചു. ഇത് ചെയ്ത് ശീലിക്കുമ്പോ ചിലപ്പോ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത ആൾക്കാരോട് ചെയ്യാൻ പറ്റില്ല, ഓക്കെ. അതുകൊണ്ട് അതിൽ കിട്ടുന്ന ഒരു തൃപ്തി നമുക്ക് കിട്ടും. മാത്രമല്ല ഈ മനോഭാവമാണ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് പോലും വളരെ സുലഭമായിട്ട് ഇത് ചെയ്യാം. ഈ സംഭവം എളുപ്പമൊന്നുമല്ല, അത്ര എളുപ്പമൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ 8-ാം പടി 9-ാം പടി ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് എളുപ്പമാക്കി തീർക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുമ്പോൾ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് അതും വായിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം വളരെ അടുപ്പമുള്ള ആളുകളോട് ഇത് ചെയ്യുക. വീട്ടിലെ അമ്മയോട്, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോട്, അല്ലെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസിനോടാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പറയുന്നത്. അത് എളുപ്പം ചെയ്യാൻ പറ്റും. അത് എളുപ്പം ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന് കിട്ടുന്ന ഗുണങ്ങൾ കിട്ടും, ഒരു പരിശീലനം കിട്ടും. അടുത്ത ലിസ്റ്റിലുള്ള ആൾക്കാർ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കും. അവരോട് ചെയ്യാനുള്ള ഒരു പരിശീലനവും ഇവിടെ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. ഓക്കെ. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ രമ്യതയിൽ ഏർപ്പെടുന്നവരെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രവൃത്തികളിൽ അത് കാണിക്കുമ്പോൾ തന്നെ അവർ നമുക്കൊരു പരിശീലനമായിട്ട് മാറുന്നു, ഒരു ജീവിത രീതിയായിട്ട് മാറുന്നു, അല്ലേ? അതെ അതന്നെ.